അവര് ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നൽകിയ വോട്ടിനെ അപമാനിക്കുകയാണ്. ഈ കോൺഗ്രസിന് അധികാരത്തിലെത്തിയാൽ ഇതുപോലെയുള്ള ദുരന്തങ്ങളും ഇതുപോലെയുള്ള ദുഷിച്ച പ്രവണതകളും വരുമെന്നുള്ള ഇതിൽ മുൻകാല അനുഭവങ്ങളുണ്ട്. പക്ഷേ ദുർഭരണത്തിൽ ഗതികെട്ടൊരു ജനം ഒരു പരിധിവരെ ഈ പറയുന്ന കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭരണം ഉണ്ടാകുന്നു, അല്ലെ ഇവരെ ഇത് പുറത്താക്കാൻ വേണ്ടി കാണിച്ച ഒരു അബദ്ധമാണ് ഇവരെ ഇപ്പൊ ഈ 102 സീറ്റോടുകൂടി വിജയിപ്പിച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇന്നിപ്പോ 7 മണിക്ക് ശേഷം പ്രഖ്യാപിക്കുന്ന പറഞ്ഞത്. ഇതിപ്പം MLA-മാരുടെ അഭിപ്രായങ്ങൾ തേടി, അത് കഴിഞ്ഞ് പിന്നെ മുതിർന്ന നേതാക്കന്മാരെയും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും അതുപോലെ വേണുഗോപാലിനെ ഡൽഹിയിൽ വരുത്തി ചർച്ച നടത്തി. പിന്നീട് ഇപ്പം മുൻ പിന്നെ KPCC പ്രസിഡന്റുമാർ 5 പേരെ ഡൽഹി വരുത്തിയിരിക്കുന്നു, മുതിർന്ന നേതാക്കളെ അവിടെ വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ ജനവിധിയിൽ ഇവർക്ക് ഒരു വിലയുമില്ലേ? ഈ മുൻ KPCC പ്രസിഡന്റുമാരൊക്കെയാണോ കേരളത്തിലെ ജനങ്ങളുടെ ജനവിധിയെ വിലയിരുത്തുന്നത്? കേരളത്തിലെ ജനങ്ങൾ നൽകിയ വോട്ടിന് ഒരു പ്രാധാന്യം കൊടുക്കാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഇവർക്ക് ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളും ഇതിനു മുമ്പ് ആവർത്തിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ വീരഭദ്ര സിംഗിന്റെ ഭാര്യ, അവര് പിന്നെ അവിടെ അവിടുത്തെ PCC പ്രസിഡന്റും ആയി അവിടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് അവർ മാനോട് കൂടി ഭൂരിപക്ഷം നേടിയെടുത്തപ്പോൾ അവരെ നിർദ്ദയം തള്ളി ആർക്കും അറിയാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കി. അതിന് ചുക്കാൻ പിടിച്ചത് KC വേണുഗോപാൽ. അശോക് ഗെഹ്ലോട്ടിനെ ഇതുപോലെ തന്നെയാണ് രാജസ്ഥാനിൽ വാഴിച്ചത്. അതായത് സച്ചിൻ പൈലറ്റിനെ മുൻനിർത്തി പ്രചരണങ്ങളെല്ലാം നടത്തി വൻ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അശോക് ഗെഹ്ലോട്ടിനെ ഈ പറയുന്ന രാജസ്ഥാനിൽ ഈ KC വേണുഗോപാലും കൂട്ടരും കെട്ടിയിറക്കി. ഇപ്പം ആ ഭരണം BJPയുടെ കയ്യിലായിരിക്കുന്നത്. ഇത് തന്നെയാണ് കമൽനാഥിനെ കെട്ടിയിറക്കിയതിന്റെ ഗുണവും കിട്ടിയത്. അപ്പൊ ജനങ്ങൾ പിന്നെ നൽകുന്ന ജനവിധിയെ അധിക്ഷേപിച്ചുകൊണ്ട് അവർക്ക് താല്പര്യമുള്ളവരെ കെട്ടിയിറക്കി മുഖ്യമന്ത്രിമാരാക്കുന്നതുകൊണ്ടാണ് ഈ പാർട്ടി ഇന്ത്യയിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ BJPക്കാർ പറയുന്നത്, ഇന്ത്യയിൽ സുസ്ഥിരതയുള്ള, വിശ്വസിക്കാവുന്ന, ആർജവത്വമുള്ള വികസനം കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെ ഒരു മുന്നണി NDA ഉള്ളൂ, BJP ഉള്ളെന്ന് പറയാൻ കാരണം അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇവിടെ ഇപ്പോ ഉദാഹരണത്തിന് ഏതെല്ലാം രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെയാണെങ്കിലും BJPയെ തരം താഴ്ന്ന് BJP എന്ന് പറയുന്നത് അപകട രാഷ്ട്രീയ കക്ഷിയാണെന്നും ചാനൽ ചർച്ചകളിലൊക്കെ അല്ലെങ്കിൽ തന്റെ ലേഖനങ്ങളിലൊക്കെ എഴുതുന്ന പ്രശസ്തനായ സാഹിത്യ നിരൂപകൻ MN കാരശ്ശേരി പോലും കഴിഞ്ഞ ദിവസം പറയേണ്ട വന്നു, BJPയുടെ പ്രാധാന്യത്തെ ഇടിച്ചു കാണാൻ പറ്റത്തില്ല. BJP അതിശക്തമായി കേരളത്തിൽ വളരുന്നു. ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും പോലുള്ള രാഷ്ട്രീയ കക്ഷികളോടുള്ള അതൃപ്തി ജനങ്ങളിൽ ഒരു പ്രതീക്ഷയായിട്ട് പിന്നെ BJP ആയി മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് MN കാരശ്ശേരിയെ പോലുള്ള ഒരാൾക്ക് പോലും പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇവരെ കൊണ്ട് പൊറുതി കൂട്ടി. ഇന്നിപ്പോ 7 മണിക്ക് ശേഷം ഇത് പ്രഖ്യാപിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് പ്രഖ്യാപിച്ചാൽ തന്നെ കേരളത്തിൽ ഒരു വലിയ രീതിയിലുള്ള കലാപത്തിന്, കോൺഗ്രസുകാർക്കുള്ളിലുള്ള കലാപത്തിന് സാധ്യതയുണ്ട്. 7 മണിക്ക് ശേഷം കേരളത്തിൽ കർഫ്യൂ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും നല്ലത്. കേരളം അത്രയ്ക്കും സഖിയുണ്ട്. കേരളത്തിലും പോലൊരു സംസ്ഥാനത്ത് ഉത്തരേന്ത്യയിലേക്ക് കണ്ടിരിക്കുന്ന ഇത്തരം നാടകങ്ങൾ നമ്മുടെ നാട്ടിൽ ഇവർ ആവർത്തിച്ചു എന്നുള്ളത് ഒരു കുറ്റകരമായ രീതിയിലുള്ള ജനവിരുദ്ധത ചെയ്തിരിക്കുന്ന കാലം ഇവർക്ക് അതിന് മറുപടി നൽകും. ഇനി ഇവരുടെ മുഖ്യമന്ത്രി ആരായാലും കേരളത്തിലെ ജനങ്ങൾ ഇതിനെ പുച്ഛത്തോടെ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ജനപഥത്തിൽ ഈ യോഗം നടക്കുമ്പോൾ, ചർച്ച നടക്കുമ്പോൾ അതിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരെ തിരഞ്ഞെടുത്താലും, മൂന്നിൽ ആരായിരുന്നാലും മറുഭാഗക്കാർ ശക്തമായ രീതിയിൽ കോൺഗ്രസിനകത്ത് ആഭ്യന്തര കലാപവും അത് തെരുവിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങളുമൊക്കെ ആയി തുടരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ലല്ലോ. തെരുവിലെ ഫ്ലെക്സ് യുദ്ധം തന്നെ അതിന് ഉദാഹരണം തന്നെ. ഒരു സംശയമില്ല. ഫ്ലെക്സുകൾ നിർത്തണമെന്നും വീരാരാധന അവസാനിപ്പിക്കണമെന്നും യോഗങ്ങൾ കൂടാൻ പാടില്ലെന്നും മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്നും ഡൽഹിയിലെ ചർച്ചയ്ക്ക് ശേഷം 3 നേതാക്കന്മാരോട് കൂടി ഡൽഹി വെച്ച് മാധ്യമങ്ങളോട് അഭ്യർത്ഥന നടത്തി. ഇപ്പോൾ ഇവരെങ്ങാണ്ട് കുറെ ബോർഡുകൾ മാറ്റി അതിന് പുല്ലുവില കൽപ്പിക്കാതെയാണ് ഇപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് ഫ്ലെക്സുകളെല്ലാം വെറുതിരിക്കുന്നത്. സത്യത്തിൽ കേരളം, ഞാൻ പറഞ്ഞില്ല, കേരളം എന്ന പൊതുസമൂഹം ഇവരെ ഒരു ശല്യക്കാരായ രാഷ്ട്രീയക്കാരായിട്ട് പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത്രയ്ക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ലോക ചരിത്രത്തിൽ ഇങ്ങനെ എഴുതുള്ളൂ. ഒരു ജനങ്ങൾ വിധി എഴുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ ഭരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞപ്പോൾ ആ ജനവിധി അട്ടിമറിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എന്താ പറയുക, ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതിലുള്ള ഹാസ്യ നാടാണെന്നതിനെതിരെ നമ്മുടെ ജനങ്ങൾ പ്രതികരിക്കും. യാതൊരു സംശയവുമില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് കനത്ത ശേഷമായി 2 കക്ഷികളും, അതായത് ഇടതും വലതും നൽകേണ്ട വരുന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ആരെന്ന ആ ഒരു മറുപടി നൽകേണ്ടത്, ഒരു തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ശരി, ഹൈക്കമാൻഡിന് ഏറെ പ്രിയപ്പെട്ടവനാണ് KC വേണുഗോപാൽ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചായിരുന്നാലും അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയെ സംബന്ധിച്ചായിരുന്നാലും ഏറെ പ്രിയപ്പെട്ടവനാണ് KC വേണുഗോപാൽ. അതോടൊപ്പം അവരോടൊപ്പം ഇരുന്ന് തീരുമാനമെടുക്കുന്ന ഹൈക്കമാൻഡ് അംഗം കൂടിയായിരുന്നു അദ്ദേഹം.
അതുകൊണ്ട് അവരെടുക്കുന്ന ഒരു തീരുമാനം അത് എപ്പോഴും കേസിക്ക് അനുകൂലമായ രീതിയിലായിരിക്കും വിധി ഉണ്ടാവുക എന്നുള്ള തോന്നൽ വി.ഡി. സതീശൻ പക്ഷത്തിനും അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ തന്നെയുണ്ട്. ലീഗ് അടക്കം അത് പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണോ സോണിയാഗാന്ധി ഒരു തീരുമാനമെടുക്കണമെന്ന അവകാശവാദവും അതോടൊപ്പം ഈ പറയുന്ന 10 മുൻ KPCC അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഒക്കെ തന്നെ വിളിച്ചു ചേർത്തിരിക്കുന്നത്? ഹൈക്കമാൻഡിന് തന്നെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ആരാണ് ഇതിലൊരു തീരുമാനം കൈക്കൊള്ളുക? അതല്ലേ പറഞ്ഞ ഇതാണ് അപഹാസ്യ നാടകം എന്ന് പറയുന്നത്. സോണിയാഗാന്ധി ആരാണ് കേരളത്തിലെ ജനങ്ങളുടെ വിധിയെ മറികടന്നുകൊണ്ട് ഇത്തരം തീരുമാനം എടുക്കാനുണ്ട്? കേരളത്തിലെ 4 കോടി ജനങ്ങൾക്ക് ആത്മാഭിമാനമില്ലേ? 2,85,00,000 ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്, 1 കോടിയിലേറെ വോട്ട് നേടുകയും ചെയ്ത ഒരു മുന്നണിക്ക് അത് ജനങ്ങൾ നൽകിയ അംഗീകാരത്തിന് അത് സോണിയാഗാന്ധി അംഗീകാരത്തിന്റെ ആവശ്യമിരിക്കുന്നത്. ഈ സോണിയാഗാന്ധി ആരാണ് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്? അവർക്ക് അവരുടെ രാഷ്ട്രീയ കക്ഷിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങളുടെ ഹിതത്തെ, ജനങ്ങളുടെ മാൻഡേറ്റിനെ അത് മറികടന്നുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരം ഇവർക്കാരാണ് നൽകിയത്. ഇത് ജനാധിപത്യ രാജ്യമല്ല. അപ്പൊ ജനങ്ങളുടെ വിധിക്ക് ഒരു വിലയില്ലേ? ഈ സോണിയാഗാന്ധിയെ പോലുള്ളവർ, രാഹുൽ ഗാന്ധിയെ പോലുള്ളവരൊന്നും ഏകാധിപത്യങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നവരോ അതിന്റെ ഭരണകർത്താക്കളല്ലോ. അപ്പൊ ഇതാണ് പറയുന്നത്, ഇവർക്ക് ഭരണം കൊടുത്ത ജനമാണ് മണ്ണന്മാര്, വിഡ്ഢികളുമായത്. സത്യത്തിൽ നമ്മൾ ഇവരെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കണം. ഇനി ഒരിക്കലും കേരളത്തിൽ ഇവർക്ക് ഒരു ഭരണത്തിലെത്താൻ പറ്റുന്നുള്ള സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ BJP സംബന്ധിച്ച് ഇതൊക്കെ തന്നെ അനുകൂല ഘടകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിലും അതുപോലെ ഹരിയാനയിലും ഒക്കെ തന്നെ, ഹിമാചലിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ, ഏകപക്ഷീയമായ തീരുമാനങ്ങൾ തന്നെ അതിനെ പറയാം, അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഗുണമായി മാറിയിട്ടുള്ളത്, അതുപോലെ ചേരിവിട്ട് BJPയിലേക്ക് എത്തിയിട്ടുള്ളതൊക്കെ തന്നെ BJPക്ക് ഗുണമായി മാറിയിട്ടുണ്ട്. കേരളത്തിലും സമാനമായൊരു സ്ഥിതി ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ എം എൻ കാരശ്ശേരി സാറിന്റെ അഭിപ്രായത്തെ, അല്ല അദ്ദേഹം പ്രകടിപ്പിച്ചത് കൃത്യമായൊരു നിരീക്ഷണത്തെ ഞാൻ അത് ഈ ചർച്ചയിൽ തന്നെ എടുത്തിടാൻ കാരണം കേരളത്തിലെ ജനങ്ങൾ ഇനി ഒരു പരീക്ഷണത്തിന് ഈ 2 മുന്നണിക്ക് വോട്ട് കൊടുക്കാൻ നിൽക്കത്തില്ല എന്നുള്ളത് ഒരു സംശയമില്ല. ഇന്ത്യയിൽ BJP ഭരിച്ച മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ സ്വസ്ഥമായിട്ട് വികസനത്തിന്റെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം ഈ സംഭവിക്കാൻ പോകുന്ന പശ്ചിമ ബംഗാളില് നിങ്ങളോട് യാഥാർത്ഥ്യം പറയാം, 30 ലക്ഷം ബംഗാളികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ അതിഥി തൊഴിലാളികൾ തിരിച്ച് വോട്ട് ചെയ്യാനായിട്ട് അവരുടെ നാട്ടിലേക്ക് പോയിട്ടില്ല. അവരൊരു 10% പോലും തിരിച്ചു വരുന്നില്ലെന്നാകട്ടെ. കാരണം ഇനി അവർക്ക് അവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാം, അവർക്ക് ഏത് രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിച്ചിരുന്ന മമതാ ബാനർജിയുടെയും CPM-ന്റെയും ഗുണ്ടായിസം അവസാനിപ്പിച്ചിട്ട് ഇതുപോലെ തന്നെ ഇപ്പൊ CPM-ന്റെ പോലും ഓഫീസുകൾ തുറക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അവിടെ. അപ്പൊ ജനാധിപത്യം അവിടെ തിരിച്ചു വന്നിരിക്കുന്നത് 50 വർഷങ്ങൾക്ക് ശേഷം. അത് തന്നെയാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും. BJP ഇവരെ അകറ്റി നിർത്തുന്ന BJP ഇവർക്ക് ഭയമായതുകൊണ്ടാണ്. കാരണം BJP അധികാരത്തിലായിരുന്ന സംസ്ഥാനങ്ങൾ സ്വർഗീയപരമായിട്ടുള്ള വികസനമൊന്നും അവകാശപ്പെടാനില്ലെങ്കിൽ ജനങ്ങളെ പ്രതീക്ഷിക്കുന്നതിനുള്ള വികസനവും സുരക്ഷിതത്വവും ആ നാടുകളുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ യുപിയിലൂടെ ഞാൻ പറഞ്ഞ യാത്ര ചെയ്തിട്ടുള്ള UP-യിൽ വന്നിരിക്കുന്ന മാറ്റം അത്ഭുതകരമാണ്. ഗുണ്ടായിസമൊക്കെ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് ഏത് സമയം എവിടെയും സ്വൈര്യമായി സഞ്ചരിക്കാനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് ഒരു പരിധിവരെ ഇപ്പൊ കേരളത്തിൽ സംഭവിക്കാൻ പോണെന്നൊക്കെ. ഇലക്ഷന്റെ പിറ്റേ ദിവസം തന്നെ റഹീം എന്ന് പറയുന്ന യുവ MP വാമനപുരത്ത് നടത്തിയ ഒരു വിവാദ പ്രസംഗം വാസ്തവമാണെങ്കിൽ നമ്മളെ ഇപ്പോഴും ഈ രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിൽ വെല്ലുവിളിക്കുകയാണെന്നുള്ളവർക്ക് നമുക്ക് ഭയം തോന്നുന്നുണ്ട്. കാരണം തോറ്റമ്പി ജനങ്ങൾ മുഴുവനും ഇവരുടെ കുരുത്തക്കേടുകൾ കൊണ്ട് കയ്യിലിരിപ്പ് കൊണ്ട് എഴുത്തള്ളിയതിനു ശേഷം ഏറെയും ഒരു കവലയിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. റഹീം ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകും. ഈ വെല്ലുവിളി കേട്ടുകൊണ്ട് വല്ല വിവരം കണ്ട് ചെറുപ്പക്കാരും ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ റഹീമിന് ചുക്കുമില്ല. റഹീം ഭാര്യയും മക്കളുമായിട്ട് ഡൽഹിയിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ ഇത്തരം വെല്ലുവിളിയുള്ള കൊണ്ടാണ് ഇവരെ ജനം എഴുത്തള്ളി. എന്നിട്ടും കലിപ്പ് തീരാതെ കണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വീരവാദം മുഴക്കുന്ന ഈ രാഷ്ട്രീയ കക്ഷികളെ, എസ്പെഷ്യലി CPM-നെയും കൺസിസ്റ്റൻസി ഇല്ലാതെ കണ്ട്, നിലപാടുകളില്ലാതെ കണ്ട് ഉറച്ചു നിൽക്കാത്ത കോൺഗ്രസിനെയും ജനം പൂർണ്ണമായി എഴുത്തള്ളി BJP ഭരണത്തിലെത്തിക്കും. യാതൊരു തർക്കമില്ല. കേരളം അതിനോട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക വലിയ ആകാംക്ഷയോടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.